പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ എത്ര പറഞ്ഞാലും ചിലർ കേൾക്കൂല അല്ലേ? പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് അതിസാഹസിക യാത്ര പാടില്ല 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 എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊന്നും ആരും കേൾക്കാറില്ല. കൊച്ചി സേലം ദേശീയപാതയിൽ കഞ്ചിക്കോട് ലോറിയുടെ പിറകിൽ യുവാവിന്റെ ഒരു സാഹസിക യാത്ര കാണാം. ലോറിയുടെ പിറകിൽ തൂങ്ങി നിന്ന് യുവാവ് സഞ്ചരിച്ചത് 1 കിലോമീറ്റർ ദൂരമാണ്. മറ്റേ വാഹനയാത്രക്കാർ ഇടപെട്ടാണ് ഒടുവിൽ യുവാവിനെ ലോറിയിൽ നിന്ന് താഴെ ഇറക്കിയത്. നോക്കൂ, എത്ര അപകടം പിടിച്ച യാത്രയാണ് ഇയാൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ പിന്നിൽ ഇങ്ങനെ പിടിച്ചു നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. കൈയൊന്ന് തെറ്റിപ്പോയാൽ തലയിടിച്ച് വീഴില്ലേ? തലയിടിച്ച് വീണാൽ മെഡില്ല ഒബ്ലാങ്കേറ്റേക്ക് പോവില്ലേ? ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇതാരാണ്? ഇയാൾക്ക് എന്താ വേറെ വണ്ടിയൊന്നും കിട്ടിയില്ലേ? ഈ ലോറിയുടെ ചരക്കുമായിട്ട് പോകുന്ന ലോറിയുടെ പിന്നിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യാൻ എന്താ സംഭവിച്ചത്? ഇക്ബാൽ ഇറക്കൽ. അരുൺകുമാർ, 4 ദിവസം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം പാലക്കാട് കഞ്ചിക്കോട് നടക്കുന്നത്. കഞ്ചിക്കോട് സ്കൂൾ ജംഗ്ഷന് സമീപത്ത് ഒരു ട്രാഫിക് സിഗ്നലുണ്ട്. ആ സ്ഥലത്ത് ഈ ചരക്ക് ലോറി വന്ന് നിൽക്കുന്നു. ഈ സമയത്ത് ഈ സിഗ്നലിന് സമീപത്തൂടെ എത്തിയ യുവാവ് ഈ ലോറിയുടെ പുറകുവശത്ത് കയറി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ലോറി സഞ്ചാരം തുടങ്ങുന്നു. പിന്നീട് ഏകദേശം 1 കിലോമീറ്ററോളം ഈ പുതുശ്ശേരി പഞ്ചായത്ത് എത്തുന്നവരെയും ഈ യുവാവ് ഈ ലോറിയുടെ പുറകിൽ തന്നെ ഈ കയറിൽ തൂങ്ങിപ്പിടിച്ച് നിന്നു എന്നുള്ളതാണ് മറ്റു യാത്രക്കാർ പറയുന്നത്. മറ്റു യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തത്. പിന്നീട് ഈ യാത്രക്കാർ പേടിച്ച് ഭയന്ന് പെട്ടെന്ന് ഈ ലോറി ഡ്രൈവറെ വിവരം അറിയിക്കുകയും വാഹനം നിർത്തുകയും യുവാവിനെ ഈ ലോറിയിൽ നിന്നും താഴെ ഇറക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ബ്രേക്ക് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ യുവാവ് അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ തലയടിച്ച് താഴെ വീഴുമായിരുന്നു. വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. മാത്രമല്ല, കൊച്ചി സേലം ദേശീയപാതയാണ്. എല്ലാ സമയത്തും വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു മേഖലയാണ്. ഈ യുവാവ് മറ്റും വാഹനത്തിൽ നിന്ന് താഴെ വീണിരുന്നുവെങ്കിൽ അത് കൂടുതൽ വലിയ അപകടം ഉണ്ടാക്കുമായിരുന്നു. ഏതായാലും പെട്ടെന്ന് തന്നെ ആളുകൾ ഇടപെട്ടുകൊണ്ട് യുവാവിനെ ഈ വാഹനം തടഞ്ഞു നിർത്തി താഴെ ഇറക്കിയിട്ടുണ്ട്. ലോറി ഡ്രൈവർക്ക് യാതൊരു രീതിയിൽ അറിവുമില്ലാത്ത യുവാവാണ് ഇത്തരത്തിലൊരു സാഹസികം നടത്തിയിട്ടുള്ളത്. പോലീസ് ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് കേസെടുക്കുമായിരുന്നു. താങ്ക് യു ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. ചില മനുഷ്യർ കാണാം, ചില വണ്ടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന കാണാം. ബൈക്കും പിടിച്ചിട്ട് ഈ വാഹനത്തിന് പിന്നാലെ പോകും. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് പെട്രോൾ ലാഭിക്കാനാണ് അത്രേ. ജീവിതം തന്നെ ലാഭിച്ച് കിട്ടും. കുറച്ച് കഴിയുമ്പോൾ നേരെ അങ്ങ് പോകും, വിസ എടുക്കും. അതാണ് അവസ്ഥ. ഇതാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ. സ്ഥിരമായിട്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ചില ആളുകൾ ഇതേപോലെ അഭ്യാസം നടത്തിയിരുന്നു. തുടർച്ചയായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കാഴ്ച. ആയിട്ടൊക്കെ നടന്നൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ?